മകളുടെ കല്യാണം കഴിഞ്ഞ് ഒരു ബന്ധു വീട്ടിലേക്ക് പോവുകയായിരുന്നു കാറിൽ. ദൂരെ ആയി ഗോപിത്താനം എന്ന സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നീണ്ടു കിടക്കുന്ന മലനിരകൾ, ദൂരെ കാണുന്ന മനോഹരമായ ആ മലനിരകൾ കണ്ടപ്പോൾ ഡ്രൈവറിനോട് ചോദിച്ചു, ഇതേതാണ് മല? അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഇതാണ് കുപ്രസിദ്ധ കൊള്ളക്കാരനായ വീരപ്പൻ വിഹരിച്ചിരുന്ന സത്യമംഗലം കാടുകളും മാലി മഹദേശ്വര മലകളും. കണ്ടപ്പോൾ ഇൻട്രസ്റ്റ് തോന്നി. എന്നാൽ പിന്നെ നമുക്ക് വീരപ്പനെ പറ്റി പറയാം. അപ്പോൾ ആരാണ് വീരപ്പൻ? പുതിയ തലമുറയിലെ കുട്ടികൾക്കൊന്നും വീരപ്പനെ പറ്റി അറിയില്ല. ഈ വീഡിയോ ഏതായാലും വീരപ്പന് സമർപ്പിക്കുന്നു. നമുക്ക് വീരപ്പനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതോടൊപ്പം തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ കാണുന്ന മനോഹരമായ വയലുകളും ഒക്കെ കാണാം. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു മനോഹരമായ നദിയുണ്ട്, ഭവാനി നദി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മനോഹരമായ ഗ്രാമം കാണുന്നതോടൊപ്പം വീരപ്പൻ്റെ കഥയും കേൾക്കാം. തമിഴ്നാട്, കേരളം, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ വിഹരിച്ച് ചന്ദനവും ആനക്കൊമ്പും ചന്ദനമരങ്ങളും കൊള്ളയടിച്ച് ഒരു കുപ്രസിദ്ധ കൊള്ളക്കാരനായിരുന്നു നമ്മുടെ കുസു മുനിസ്വാമി അല്ലെങ്കിൽ വീരപ്പൻ. സത്യമംഗലം കാടുകളിൽ ആയിരുന്നു പ്രധാന വിഹാര കേന്ദ്രം. 3 സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയും ഇന്ത്യൻ അർദ്ധസൈന്യ വിഭാഗവും വീരപ്പനെ പിടികൂടാൻ പരിശ്രമിച്ചു. ഏകദേശം 124 വ്യക്തികളെ കൊലപ്പെടുത്തി. 200ഓളം ആനകളെ കൊന്ന് ആനക്കൊമ്പ് എടുത്തു. ഏകദേശം ഇതിനൊക്കെ കോടികളാണ് വില വരുന്നത്. ചന്ദനത്തടി മുറിച്ചു മാറ്റിയും ആനക്കൊമ്പുകൾ വിറ്റും കോടികൾ സമ്പാദിച്ചു. ഇദ്ദേഹം 2004 പോലീസുകാരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചാമരാജ് നഗർ ജില്ലയിലെ ഗോപിനാഥം ഗ്രാമത്തിലെ ജനങ്ങളുടെ സംരക്ഷകൻ കൂടിയായിരുന്നു വീരപ്പൻ. ഈ വീരപ്പനെ ഇവിടുത്തെ ജനങ്ങൾ മുനിയപ്പനെ കുലദൈവമായി കണ്ടു. കാരണം ഇദ്ദേഹം ഗ്രാമീണർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് തന്നെ പോലീസൊക്കെ വരുമ്പോൾ ഇവരാണ് വീരപ്പനെ സംരക്ഷിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൂരെ കാണുന്ന അതിമനോഹരമായ നീണ്ട് നിവർന്ന് കിടക്കുന്ന മലനിരകൾ, അവിടെ പുറത്തു നിന്നൊരാൾക്കും അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. വീരപ്പന് തന്നെ ഒരു 125 പേരോളം അടങ്ങിയ ഒരു സേനയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് വേട്ടയിൽ അയാൾ രക്ഷപ്പെട്ട് പോന്നത്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തമിഴ്നാടിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അവിടെയായി ചെറിയ ചെറിയ കോവിലുകൾ കാണാം. മനോഹരമായ ദൈവങ്ങളെ ചായമടിച്ച് ഭംഗിയാക്കി വയ്ക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ദൈവങ്ങൾ മുരുകനാണ്. അതുകൂടാതെ സാധാരണ മറ്റ് ദൈവങ്ങളും കൂടി ഉണ്ട്. ഇപ്പോഴും മനോഹരമായ വയലുകൾ കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ടൗൺ കാണാം. ഇപ്പോൾ നമ്മൾക്ക് ദൂരെ നിന്ന് ഈ മലനിരകൾ കാണാം. അതിമനോഹരമാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ഈ യാത്ര ശരിക്കും നമ്മളെ ഭയങ്കരമായി സന്തോഷിപ്പിക്കും. നിറയെ വയലുകളും ഇടതൂർന്ന മരങ്ങളും ദൂരെ മനോഹരമായ മലകളും കാടുകളും
ഇടയ്ക്ക് ഭവാനി നദിയും ഒക്കെ കണ്ട് മുമ്പോട്ട് പോകാൻ വളരെ രസമാണ്. ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഈ മലനിരകൾക്കടുത്താണ് ഈ ഗോപി എന്ന സ്ഥലം. കൃത്യമായി എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇവിടെ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും ബംഗ്ലാപൂർ. അതായത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ബംഗ്ലാ പുതൂർ എന്നാണ്. അപ്പം നമ്മൾ ഷോർട്ടായി പറയുമ്പോൾ ബംഗ്ലാപൂർ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമീണ റോഡുകൾ തികച്ചും തിരക്കില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് യഥേഷ്ടം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ യാത്ര ചെയ്യാം. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ത് മനോഹരമായ ഗ്രാമങ്ങൾ താണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം, ഒരു ചെറിയ പട്ടണം. റോഡിനിരുവശത്തും മെയ് മാസ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ, മാവുകൾ ഇടയ്ക്ക് കാണാം. പണ്ടൊക്കെ നമ്മൾ പളനിയിലൊക്കെ, തമിഴ്നാട് എന്ന് പറഞ്ഞ് പണ്ട് വരുന്നത് പളനിയിലേക്കായിരുന്നു. പളനിയിൽ വരുമ്പോൾ നമുക്ക് രണ്ട് റോഡിന് ഇരുവശത്തും പുളിമരങ്ങൾ കാണാം. നിറയെ പൂത്ത് നിൽക്കുന്ന, കായ്ച്ച നിൽക്കുന്ന പുളിമരങ്ങൾ. ഇതാ ഇപ്പോൾ നമ്മൾ ഈ ഭവാനി നദിക്ക് മുകളിലുള്ള പാലത്തിലൂടെ പോവുകയാണ്. കണ്ടില്ലേ, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഈ ഭവാനി നദിയിൽ. പിന്നെ അത്രയധികം എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന നദികളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ആദ്യമായാണ് ഭവാനി നദി കണ്ടത്. ഈ ഭവാനി നദി ആണ് കൃഷിക്കൊക്കെ, ഇതിലെ വെള്ളം കൃഷിക്കൊക്കെ ഇവർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വീരപ്പനിലേക്ക് വരാം. ഈ വീരപ്പൻ കൊല്ലപ്പെട്ടെങ്കിലും വീരപ്പൻ സത്യമംഗലം കാടുകളിലും ഈ മലയുടെ ഇടയിലും ഒരുപാട് നിധികൾ കുഴിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ആദ്യമൊക്കെ പോയവർക്കൊക്കെ നിധി കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പലരും ഈ നിധിക്ക് വേണ്ടി പോയെങ്കിലും ആർക്കും അങ്ങനെ കിട്ടിയില്ല. അതായത് ഒരു ചൊല്ലുണ്ട്, വൈക്കോൽ കൂനയിൽ ഒരു ചെറിയ മുട്ടുസൂചി ഇട്ടതുപോലെയാണ് അത്രേ ഇവിടുത്തെ നിധികൾ. അത്രയും അന്വേഷിക്കാം, പലരും ഒരുപാട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിൽ എത്താനായി. അങ്ങനെ ഇതേപ്പോൾ ചെറിയ ചെറിയ വീടുകളും പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനും ഒക്കെയുള്ള ഒരു ചെറിയ ഒരു ഗ്രാമത്തിലാണ് എത്തിയത്. അങ്ങനെ നമ്മൾക്ക് പോകേണ്ട വീട്ടിലേക്ക് നമ്മുടെ വണ്ടിയും തിരിഞ്ഞു. ഇപ്പോൾ ആളുകൾ തിങ്ങി പാർക്കുകയാണ്. തമിഴ്നാട്ടിൽ നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റും, ആളുകൾ ഒരുപാട് ചെറിയ ചെറിയ വീടുകളായി അവരൊക്കെ ഇങ്ങനെ തിങ്ങി പാർക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ആഘോഷവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക്, നാട് എന്ന് പറഞ്ഞാൽ തിരുപ്പൂരിലേക്ക് പോകാൻ പോവുകയാണ്. വഴിയിൽ കാണുന്ന അതിമനോഹരമായ കാഴ്ചകൾ ഞാൻ എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ, ഈ സ്ഥലം ശരിക്കും തമിഴ്നാടിൻ്റെ ഉൾഭാഗത്തുള്ള ഗ്രാമങ്ങളാണ്. പക്ഷേ എന്നാലും എവിടെയും കൃഷി തന്നെയാണ്. നമുക്ക് കേരളത്തിൽ ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റില്ല. കാരണം പാലക്കാട് എത്തിയാൽ മാത്രം നമുക്ക് വയലുകളൊക്കെ കാണാം. പണ്ട് പാലക്കാട് നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറയാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇവിടെ നെല്ല് മാത്രമല്ല, എല്ലാവിധ കൃഷിയും, കരിമ്പും ഗോതമ്പും എല്ലാമുണ്ട്, ചോളവും, അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്, അവിടെ നിറയെ ആളുകളാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം. അതുവരെ